നമസ്കാരം കൂട്ടുകാരെ, പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നുള്ളത് പ്രകൃതി രമണീയമായ പറമ്പിക്കുളം ഡാമിലാണ്. ഈ യാത്രയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. സാധാരണ ബോട്ടിലല്ല, മുളയും കയറും ഉപയോഗിച്ച് കെട്ടിയുണ്ടാക്കിയ പങ്കായത്തിലാണ്. ചില സ്ഥലങ്ങളിൽ ചങ്ങാട്ടം എന്നും ഇതിന് പറയും. ഏതായാലും അതിലാണ് ഈ ഡാമിലൂടെ നാം തുഴഞ്ഞു പോകുന്നത്. യന്ത്രങ്ങളുടെ യാതൊരു ശബ്ദകോലാഹലങ്ങളുമില്ല. ഡാമിൻ്റെ ശാന്തമായ വെള്ളത്തിലൂടെ തുഴച്ചിൽക്കാരുടെ വിവരണങ്ങളും കേട്ട് കാടിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ടുള്ള യാത്ര വല്ലാത്ത ഒരു അനുഭവം തന്നെയാണ്. ഈ ഡാമിൻ്റെ പ്രത്യേകത, ഇതിൽ ഇഷ്ടം പോലെ മുതലകളുണ്ട്. പക്ഷേ പേടിക്കേണ്ട, ഈ മുതലകൾ ഇതുവരെയും ആരെയും ആക്രമിക്കുകയോ അപകടം വരുത്തുകയോ ഉണ്ടാക്കുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ യാത്ര നമുക്ക് പേടിക്കാതെ ആസ്വദിക്കാം. ഞങ്ങൾ പോയത് മഴക്കാലത്താണ്. വേനൽക്കാലത്താണെങ്കിൽ തേക്കടിയെപ്പോലെ ദാഹമകറ്റാൻ വന്യമൃഗങ്ങൾ ഡാമിൽ വന്ന് വെള്ളം കുടിക്കുന്ന കാഴ്ചയും കൂടി കാണാമായിരുന്നു. കാടിൻ്റെ ഭംഗിയും വന്യതയും ആസ്വദിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ് ഈ സ്ഥലം. ഫാമിലിയുമായിട്ടൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ആസ്വദിച്ച് സന്തോഷിച്ച് മടങ്ങിപ്പോരാം. പ്രിയപ്പെട്ടവരെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. നന്ദി, നമസ്കാരം. പാലക്കാട് ജില്ല, പക്ഷെ ഇതിൻ്റെ ഡാമ് പറഞ്ഞ വെള്ളം മുഖത്ത് സൂചിലേക്കാണ് അല്ലേ? അല്ലേ? ചാലക്കുടി കാണുമ്പോൾ പറയാം മനോജോക്കെ ചാലക്കുടിയിൽ പോവാം അല്ലേ? ഇത് തുറന്ന നേരെ പോകണമെന്ന് എത്തിക്കട്ടെ. ചാലക്കുടി 11 മണിക്ക് തുറന്നു വിട്ടത് പിന്നെ ഇങ്ങോട്ട് പോകും. ബാക്കിയുള്ളത് വെള്ളം വേനൽക്കാലത്ത് കൊണ്ടുപോകും. അധികം തുറന്നു വിടല്ലേ, അത് ചാലക്കുടി അല്ലാത്ത വെള്ളം കംപ്ലീറ്റ് തുറന്നുണ്ട്. പിന്നെ അവർ തമ്മിൽ കുഞ്ഞിട്ട് നമ്മുടെ ഓന്ത് കണ്ട അത്ര ഉണ്ടാവും. അപ്പൊ ഇത് വെള്ളത്തിൽ അവർ തമ്മിൽ അങ്ങനെ പിടിച്ചിട്ടില്ലാണ്, മുതലേക്ക് മോദത്തിലാണ്. അവർ അങ്ങനെ പിന്നാണ്ട് പോയാൽ നമുക്ക് വെള്ളത്തിൽ ഇറക്കാൻ പറ്റും. ചെരുപ്പിട്ട് ഒരാളെ അപ്പുറത്ത് കടത്തി വിടെ അതല്ല, ഒരാൾ മാറിയ വെള്ളം വരുന്ന ഇവിടെ. വെള്ളം കൂടുതലേ ഉള്ളൂ. ഇവിടെ അവിടെ സീറ്റ് ആള് വേണ്ട, സീറ്റ് ഇവിടുന്ന് ആര് മാറണമെന്ന് സാറിനെ വിളിക്കണം. ഇത് വലിച്ച് നടക്കാനേ പറ്റുള്ളൂ. കിട്ടിയല്ല അവിടെയാണ് ബാക്കിൽ 145 സാക്ഷിയാണ്. ഇവിടെ ഇഷ്ടം പോലെ നമ്മൾ കുറച്ചുകൂടി പോകുമ്പോൾ ഇഷ്ടം പോലെ മുതലേ ലക്ഷക്കണക്കിന് 40-50 അത് അവരാകരണം. അത് അധികം ആരും പിടിക്കാൻ പാടില്ല. ഒരു 2-3 കുടുംബം പിടിക്കാം, ബാക്കി ആരും പിടിക്കാൻ പാടില്ല. പിന്നെ ജാമാക്കി വെച്ചു പന്നികളത്തില്ല ഇങ്ങനെ മണം മുട്ടുള്ളത്.
പന്നിയെ പിന്നെ അഥവാ തിന്നുന്നത് അതിലെ രക്ഷപ്പെടുന്നതാണ് നമ്മൾ കാണുന്നത് ഇപ്പൊ. പിന്നെ അവർ തമ്മിൽ അങ്ങോട്ട് ഇങ്ങോട്ട് പിടിച്ചിട്ടില്ല. പന്നി കണ്ടില്ല, പന്നിക്ക് പന്നി തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. പന്നിക്ക് പന്നി തന്നെയാണ്.